നമസ്കാരം. നടിയുടെ ലൈംഗിക പീഡന പരാതിക്ക് പിന്നാലെ ഇപ്പോൾ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ ശക്തമാകുന്നതിനിടെ നടൻ മുകേഷ് MLA കാര്യത്തിൽ ഇപ്പോൾ ഏകദേശം ഒരു തീരുമാനമായിരിക്കുകയാണ്. CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ നട്ടല് ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ ഇപ്പോൾ പണയം വെച്ചതുകൊണ്ട് തന്നെ മുകേഷിന്റെ ഈ ഒരു വിഷയത്തിൽ പുള്ളിക്ക് വലിയ തീരുമാനങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല. എന്നാൽ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അദ്ദേഹം വളരെ വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് മുകേഷിന്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു വിഷയം അതൊരിക്കൽ കൂടി കൃത്യമായിട്ട് അറിയിക്കാൻ പിണറായിയുടെ അടുത്ത് പോയിരിക്കുകയാണ് ബിനോയ് വിശ്വം. മുകേഷ് MLA സ്ഥാനം രാജിവെച്ചേ മതിയാകൂ എന്നാണ് ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ ഇന്ന് അറിയിച്ചിരിക്കുന്നത്. ലൈംഗിക ആരോപണം ഉയർന്ന കോൺഗ്രസ് MLA-മാർ അവർ രാജിവെച്ചിട്ടില്ലല്ലോ എന്ന തരത്തിലുള്ള ന്യായീകരണങ്ങൾ പറഞ്ഞു പിടിച്ച് നിൽക്കുകയായിരുന്ന CPM നേതൃത്വത്തെ ഇപ്പോൾ കണക്കിന് പരിഹസിച്ചാണ് CPIയുടെ ഈ ഒരു നിർണായക നീക്കം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് കോൺഗ്രസ്സുകാർ കാണിക്കുന്നത് പോലെ കാണിക്കാനാണോ ഇടതുപക്ഷമെന്നും ഇടതുപക്ഷം ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്നവരാണെന്ന ഒരു സന്ദേശം നൽകാനായിട്ട് ഈ ഒരു രാജിയാണ് ഏക പോംവഴിയെന്നും CPI ഇപ്പോൾ നിർബന്ധം പിടിച്ചതോടുകൂടി CPM-ഉം മുകേഷിന്റെ രാജി ഏതാണ്ട് ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അത് മാത്രമല്ല, ഓരോ സ്ത്രീകൾ അവരുടെ തന്നെ ചില വ്യക്തി താല്പര്യങ്ങളുടെയൊക്കെ പേരിൽ കൊടുത്ത കേസുകൾ അത് വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്നിരിക്കെ കോൺഗ്രസ് MLA-മാരുടെ ആ കേസുകളെ സംബന്ധിച്ച് അതിപ്പോൾ ജനങ്ങൾ തന്നെ പ്രതിഷേധിക്കാത്തതാണ്. കാരണം അവർ തള്ളിക്കളഞ്ഞ നിലയിലാണ് ഇപ്പോൾ ആ കേസുകൾ. അതിൽ തന്നെ MLA-മാരെ സ്ത്രീപീഡന കേസിൽ കൊടുക്കാൻ പദ്ധതിയിട്ട തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. എന്നാൽ ഇവിടെ മുകേഷിന്റെ കാര്യം അങ്ങനെയല്ല. ഇതിപ്പോൾ കേരളമാകെ തന്നെ ഞെട്ടിയിരിക്കുന്ന ഒരു വാർത്തയാണ്. കാരണം ഓരോ ദിവസവും കഴിയും തോറും ഇങ്ങനെ ഓരോ സ്ത്രീകൾ പരാതിയുമായിട്ട് മുകേഷിനെതിരെ ഇങ്ങനെ രംഗത്ത് വരികയാണ്. അത് മാത്രമല്ല, ആദ്യ ഭാര്യയെ പോലും പീഡനത്തിന് ഇരയാക്കി വിവാഹമോചനം നടത്തിയ ഒരു വ്യക്തിയാണ് മുകേഷ് എന്ന് പറയുന്നത്. അങ്ങനെ ചരിത്രം തന്നെ ഒരു പീഡകന്റെ പരിവേഷം മുകേഷിന് നൽകുമ്പോൾ MLA ആയിട്ട് തുടരാൻ അനുവദിക്കരുതെന്ന് ഇപ്പോൾ ജനങ്ങൾ തന്നെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ഇങ്ങനെ പരാതികൾ ഓരോന്നായിട്ട് പുറത്തു വരുമ്പോൾ ഇനിയും ഇതൊന്നും കണ്ടില്ല അല്ലെങ്കിൽ കേട്ടില്ല എന്ന് നടിക്കാനായിട്ട് CPM-നെ സംബന്ധിച്ച് ആകില്ല. MLA മുകേഷിന്റെ രാജിക്കായിട്ടുള്ള സമ്മർദ്ദം ഇപ്പോൾ ഉയർന്നതിനിടെ തന്നെ നിർണായകമായിട്ടുള്ള CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. ധാർമ്മികത മുൻനിർത്തിക്കൊണ്ട് മുകേഷ് മാറി നിൽക്കണമെന്നും അതുപോലെ തന്നെ മുകേഷ് മാറിയേ മതിയാകൂ എന്നുള്ള CPI കമ്മിറ്റിയുടെ തീരുമാനം അത് ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ അറിയിച്ചതോടുകൂടി CPM-നെ സംബന്ധിച്ച് ഈ മുകേഷിന്റെ വിഷയത്തിൽ ഇപ്പോൾ അവർക്ക് വേറെ വഴികൾ ഇല്ലാതായിരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട്. അതായത് ഒരുപക്ഷെ രാജിവെക്കേണ്ടി വരുമെന്ന ഒരു സൂചന മുകേഷിന് ഇതിനോടകം തന്നെ ലഭിച്ചത് കൊണ്ട് തന്നെ ആകണം MLA ബോർഡ് പോലും കാറിൽ നിന്ന് എടുത്തു മാറ്റേണ്ട ഒരു സാഹചര്യമുണ്ടായത്. MLA ബോർഡ് ഒഴിവാക്കിയ കാറിൽ മാധ്യമങ്ങളെ കാണാതെ പോലീസിന്റെ സുരക്ഷയിലാണ് മുകേഷ് ഇട്ടത് തന്നെ. രാജിക്കായിട്ട് തയ്യാറായിരിക്കുന്നുവെന്ന സൂചനയാണ് ഇപ്പോൾ ഇതിലൂടെ അദ്ദേഹം നൽകിയിരിക്കുന്നത് തന്നെ. അതിനിടെ മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ശക്തമാക്കുവാനാണ് ഇപ്പോൾ പ്രതിപക്ഷ സംഘടനകളുടെ എല്ലാം തന്നെ തീരുമാനം. ഇന്ന് മഹിളാ കോൺഗ്രസ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആനന്ദവല്ലീശ്വരത്തെ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. വനിതാ കൂട്ടായ്മയായിട്ടുള്ള വിമൻ കളക്റ്റീവും MLA ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. പട്ടത്താനത്തുള്ള മുകേഷിന്റെ വീട്ടിലേക്കും BJP പ്രതിഷേധ മാർച്ച് ആഹ്വാനം ചെയ്തിരുന്നു. അങ്ങനെ മുകേഷ് രാജിവെക്കും വരെ ഈ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ, സമരങ്ങൾ തുടരാനാണ് ഇവരുടെ എല്ലാം തന്നെ ഇപ്പോൾ തീരുമാനം. പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ MLA ഓഫീസിലും അതുപോലെ തന്നെ മുകേഷിന്റെ വീടിനും ഇപ്പോൾ പോലീസിന്റെ സുരക്ഷ വളരെയധികം ശക്തമാക്കിയിട്ടുണ്ട്. രാജിക്കായിട്ടുള്ള മുറവിളി ഒരു വശത്ത് തുടരുമ്പോഴും പരസ്യ പ്രതികരണങ്ങൾക്ക് ഒന്നും തന്നെ മുതിരാതെ ഇപ്പോൾ അജ്ഞാതവാസത്തിലായിരുന്നു മുകേഷ്. ഇന്നലെ പ്രതികരിക്കുമെന്നൊക്കെ സൂചനയുണ്ടായിരുന്നുവെങ്കിൽ കൂടിയും നിയമോപദേശത്തെ തുടർന്ന് മുകേഷ് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയില്ല. അതുമാത്രമല്ല, സിനിമാ പീഡനവുമായി ബന്ധപ്പെട്ട കൊച്ചിയിൽ രജിസ്റ്റർ ചെയ്ത 7 കേസുകളിലും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നടപടികളും ഇന്നു മുതൽ തന്നെ ഇപ്പോൾ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തനിക്കെതിരെയുള്ള ലൈംഗിക അതിക്രമ പരാതിയിൽ പരാതിക്കാരിക്ക് ഗൂഢലക്ഷ്യമെന്നാണ് മുകേഷ് ആരോപിക്കുന്നത്. തൻ്റെ സിനിമാ രാഷ്ട്രീയ ജീവിതം അത് തകർക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ ഒരു ആരോപണം എന്നാണ് മുകേഷ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആരോപണം തെറ്റെന്ന് തെളിയിക്കാൻ 2009 മാർച്ച് 7 അയച്ച മെയിൽ സന്ദേശം തൻ്റെ കയ്യിൽ തെളിവായി ഉണ്ടെന്നും മുകേഷ് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ മുൻകൂർ ജാമ്യം തേടി കോടതിയിൽ മുകേഷ് സമർപ്പിച്ച തെളിവുകൾ അത് പരാതിക്കാരിയായിട്ടുള്ള നടി ഇപ്പോൾ നിഷേധിച്ചിരിക്കുകയാണ്.
താൻ അയച്ചതായിട്ട് പറയുന്ന ഈ ഒരു ഇമെയിൽ അത് മുകേഷിൻ്റെ ഒരു കുക്ക്ഡ് സ്റ്റോറിയാണെന്നാണ് പരാതിക്കാരി പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് തന്നെ ഓരോ കേസിനും ഓരോ അന്വേഷണ ഉദ്യോഗസ്ഥനെ വെച്ചിരിക്കുന്നു എന്നതാണ്. DIG പൂങ്കുഴലിക്കാണ് കൊച്ചിയിലെ ഈ കേസുകളുടെ എല്ലാം തന്നെ ചുമതലയുള്ളത്. അപ്പോൾ അങ്ങനെ മൊത്തത്തിലൊരു വലിയ കുരുക്കിലേക്ക് നീങ്ങുന്ന മുകേഷ് MLA ഇനിയും ഇങ്ങനെ ചുമന്നുകൊണ്ട് നടന്നാൽ തീർച്ചയായിട്ടും അത് CPM-നും അതുപോലെ പാർട്ടി ഒന്നാകെ തീർത്തും തകർന്നടിയുമെന്ന് CPM ഇപ്പോൾ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തീർച്ചയായിട്ടും മുകേഷിനെ രാജിവെപ്പിച്ച് വലിയ ഈ അപകടത്തിൽ നിന്നും പാർട്ടിയെ രക്ഷിക്കാൻ തയ്യാറാകുമെന്നാണ് ഇതിലൂടെ ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്.